ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രോണസ് സിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് സിനിമയുടെ ഒരു റിവ്യൂ കണ്ടൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് സിനിമയുടെ പേര് മാലൈ നേര മല്ലിപ്പൂ എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സഞ്ജയ് നാരായണാണ്. പ്രധാന കഥാപാത്രം വരുന്നത് വിനിത്ര നാരായണ, അശ്വിൻ, ദിനേഷ് പാണ്ഡ്യ, സംയുക്ത എന്നിവരാണ്. ഈ സിനിമ ഒരു സൊസൈറ്റിക്ക് തന്നെ ഒരു 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 സോഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ സമൂഹവുമായിട്ടൊരു പ്രതിബദ്ധതയുള്ള ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത്. അധികമാർക്കും അറിയാത്ത ഈ ഒരു സിനിമ മനോഹരമായ സിനിമയായിട്ട് ഞാൻ പറയത്തുള്ളൂ. കാരണം അത്യാവശ്യം ഒരു 18+ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ പടത്തിലുണ്ടെങ്കിലും പടം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു തീമുണ്ട്. ആ തീം ഒരു മികച്ചു തന്നെയാണ്. അവാർഡ് കാറ്റഗറി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു അവാർഡിന് കിട്ടാനുള്ള ചാൻസും ഉള്ളൊരു പടമായിട്ട് എനിക്ക് തോന്നിപ്പോയത്. വിനിത്ര മേനോൻ, ഇതാണ് കേന്ദ്ര കഥാപാത്രം ഈ പടത്തിൽ വരുന്നത്. ഈ ഒരു നായികനെ ഡിപ്പെൻഡ് ആയിക്കൊണ്ടാണ് സിനിമയുടെ ഒരു ഒട്ടുമിക്ക കാര്യങ്ങളും പോകുന്നത്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു റോളാണ് ചെയ്യുന്നത്. ലക്ഷ്മി എന്നാണ് പേര്. ഇതാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു നാട്ടിലൊക്കെ മോശമെന്ന് മുദ്ര കുത്തിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകൾ കാണും. അവരെ കൂടെ പോകുന്നു, ഇവരെ കൂടെ പോകുന്നു, അതാ ഇതാ മറ്റതാ മറിച്ചതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി മുദ്ര കുത്തിക്കുന്ന ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ നാട്ടിലൊക്കെ കാണും. എന്താണ് അതിൻ്റെ ഉദ്ദേശം? കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിക്കാൻ വേറെ വഴിയില്ലാത്ത വരുന്ന ഒരവസ്ഥ. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഏതെങ്കിലും ജോലിക്ക് പോയിക്കൂടി ഇതിന് പകരമെന്ന്. ഓരോരുത്തരുടെ മാനസികമായ അവസ്ഥ വേറെ തലങ്ങളാണ്. അവർക്ക് ചില സമയത്ത് ജോലിക്ക് മുന്നേറാൻ പറ്റുന്ന വരത്തില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്ന വരത്തില്ല. ആ രീതിക്കുള്ള പല പല കാര്യങ്ങളും കാണും. ആ രീതിക്കുള്ള ഒരു സ്റ്റോറിയാണ് ഇവിടെയും സംവിധാനം കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഫുൾ നീള ഒരു 18+ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട രീതിക്ക് തന്നെയാണ് ഒരു മുന്നിട്ടുള്ള പോക്ക്. പിന്നെ ഒരു മകൻ്റെ വിദ്യാഭ്യാസം, ജീവിതം, അമ്മയും മകനുമുള്ള ഒരു ജീവിതം, കാര്യങ്ങൾ, ജോലി, കാര്യങ്ങൾ എല്ലാം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവരുടെയൊക്കെ ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള കുറേ ബിഹേവിയറും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ അവസ്ഥകളും ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കൊറോണ, ലോക്ക്ഡൗൺ ടൈംസിൽ നടക്കുന്ന ഒരു സംഭവവികാസങ്ങളും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18+ കണ്ടൻറ്റുള്ളൊരു പടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുള്ള, അതിലുപരി ചില ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഓൺലൈൻ പെയ്ഡ് വീഡിയോ കോൾ. ആ ഒരു സെക്ഷൻ ഈ സിനിമയിലത്തെ നേരത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ റിയലിസ്റ്റിക് നമ്മൾ കാണുന്ന ഒരു വിധപ്പെട്ട കുറേ വീഡിയോ കോൾ കാര്യങ്ങൾ, പേയ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മെത്തേഡൊക്കെ പക്കയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതും ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഒരു 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 വല്ലാത്ത രീതിക്കുള്ള ഒരു ജീവിതം ജീവിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു നായികയെ നമുക്ക് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറ്റും. ലക്ഷ്മി എന്ന കഥാപാത്രത്തിന് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഒരാളും ഇല്ലാത്തൊരു കണ്ടീഷൻ, ഒന്നുമില്ലാത്തൊരവസ്ഥ. അതിൽ കൂടെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നിരിക്കുള്ള ജീവിതം കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നായിക വേറെ സിനിമയിലൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. വിനിത്ര മേനോൻ അത്യാവശ്യം നല്ലൊരു ഇമോഷണലി ഈ പടം അഭിനയിക്കാൻ, പെർഫോമൻസ് ചെയ്യാൻ ഒരു സാധിച്ചിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിലേക്കൊക്കെ എത്താൻ നേരത്ത് ഉള്ള പല സംഭവബഹുലമായ രംഗങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർമ്മിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം ഇതൊക്കെയാണ് ഈ പടത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടി ഈ പടത്തിനെ പറ്റി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ക്യാമറ വർക്ക്. ചില ഷോട്ടുകൾ ഈ പടത്തിൽ വരുന്ന, അത് സിനിമ അവിടെ നിൽക്കട്ടെ, അവരെടുത്തിക്കുന്ന ചില ക്യാമറ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇവിടെ പറയേണ്ട കാര്യം തന്നെയാണ്. ഒരു അപാര ക്യാമറ പിടുത്തമായിപ്പോൾ അത്. സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളെയും കൂടെ സഞ്ചരിക്കുന്ന രീതിക്കുള്ള ഒരു വിഷ്വലൈസേഷൻ കിട്ടുന്നൊരു ക്യാമറ വർക്ക് ഈ പടത്തിലുണ്ട്. ഗംഭീരം ക്യാമറ വർക്കായിരുന്നു. ആര് ചെയ്തിരുന്നാലും കിടിലൻ ക്യാമറ വർക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയെ പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ലേഡി, അവരുടെ ലൈഫ് കാര്യങ്ങൾ എങ്ങനെയാണ്, അവരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് സംവിധാനം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതൊരു കാറ്റഗറി പെടുത്തുന്ന പടമാണെന്നോ അല്ലെങ്കിൽ 18+ കണ്ടൻറ്റിന് വേണ്ടി എടുത്ത പടമാണെന്നുള്ളതല്ല. ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മൾ നാട്ടിൽ മുദ്ര കുത്തപ്പെടുന്ന സ്ത്രീകൾ, അങ്ങനെയുള്ള സ്ത്രീകളുടെയൊക്കെ ലൈഫ് എന്താണ്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് സൊസൈറ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പടം എടുത്തു വച്ചിരിക്കുന്നത്. അതാണ്
സംവിധായകൻ ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഹൈലൈറ്റും തീമും. ഈ സിനിമ എന്താണ് ഉദ്ദേശിക്കുന്നുള്ള കാര്യം ഇത് തന്നെയാണ്. പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ലേഡികളുടെ ജീവിതം എങ്ങനെയാണ്, ഏത് രീതിക്ക് പോകുന്നു, എന്തൊക്കെ അവർ അനുഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം ഈ പടം എടുത്തിരിക്കുന്നത്, സഞ്ജയ് നാരായണൻ ഈ പടം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ എങ്ങനെ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൊസൈറ്റിക്കുള്ള ഒരു പടം, സമൂഹത്തിലൊരു പ്രതിബദ്ധതയുള്ളൊരു ഇഷ്യൂ, ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ഇത് കാറ്റഗറിയല്ലേ, 18+ കണ്ടന്നില്ലേ, അത് കുറേ കാണും എന്നുള്ളതിനാണെങ്കിൽ അങ്ങനെ കുറേയൊന്നുമില്ല. ഈ പടത്തിനകത്ത് ഒരു സംഭവബഹുലമായ രീതിക്കുള്ള കുറച്ച് എലമെൻറ്റുകൾ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ഈ സിനിമ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സൂപ്പർ സിനിമയായിട്ട് തോന്നിപ്പോയത് ഇത്ര മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ പടത്തിനെ പറ്റി പറയേണ്ട അതിൻ്റെ ഒരു സ്മോൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ. കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. 18+ കണ്ടൻറ്റുള്ളൊരു പടമാണ്. അതിലുപരി സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു പടമാണ്. ആ രീതിക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. ടെലിഗ്രാമിലൊക്കെ ലിങ്ക് അവൈലബിൾ ആണ്. മാലയിൽ നേരെ മല്ലിപ്പൂ എന്നടിച്ച് ചോദിച്ചാൽ മതി, കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതൊക്കെ മാത്രമേ എനിക്ക് ഇപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയുള്ളൂ. കൂടുതൽ പറയാനായിട്ടോ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സോ ഇത്ര പറയാൻ വേണ്ടിയുള്ളൂ. ഇതാണ് എൻ്റെ ഈ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു റിവ്യൂവും കാര്യങ്ങളും വിശേഷങ്ങളിട്ടോ ഇപ്പോഴാണ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.